സ്റ്റിച്ച് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ഞാൻ ട്രയൽ നോക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മുട്ടം പണി കിട്ടും കേട്ടോ അവസാനം. എപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ പണി വരാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഇത് ലൈനിങ് ആണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-3.5 മാസമായിട്ട് എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഇതുവരെ ഇത് പുറംലോകം കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനിതൊന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിത് കൈ കിട്ടിയ സമയത്ത് എൻ്റെ മനസ്സിലുള്ള മോഡലുകളൊക്കെ വേറെയായിരുന്നു. പക്ഷേ ഇത്രയും മാസം ഇരുന്നുകൊണ്ടാവാം എനിക്ക് എൻ്റെ കുറച്ചും കൂടി സിമ്പിളായിട്ട് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സ് തയ്ക്കാമെന്ന് അവസാനം ഞാൻ ആ ഒരു തീരുമാനത്തിൽ എത്തിപ്പെട്ട് ഇരിക്കുകയാണ്. ആദ്യം നല്ല മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ബൈക്കിൽ കയറുമ്പോൾ ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകുമ്പോൾ ഇടാൻ പറ്റുമോ, ഇവിടെ പോകുമ്പോൾ ഇടാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് അവസാനം ഞാനൊരു ലൈൻ കുർത്തിയാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഞാൻ അത് കൊണ്ടുവരും കേട്ടോ. എപ്പോഴും ഒരേപോലത്തെ പാറ്റേൺ എനിക്ക് ഉണ്ടാവാറില്ല. എന്തെങ്കിലും ഒരു സ്ലീവിലോ നെക്ക് ഡിസൈനിലോ മൊത്തം മോഡലിലോ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇതിനകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു നെറ്റ് ഡിസൈൻ പ്രിൻ്റഡ് നെറ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല. ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്ന് തയ്ക്കുന്നവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വീട്ടിലെ ഡൈനിങ് ടേബിളിലോ ഏതെങ്കിലും ഒരു ടേബിളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നിലത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഡ്രസ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനിടയ്ക്ക് കുട്ടികളുടെ ബഹളം, കിച്ചണിലേക്കുള്ള ഓട്ടം, അങ്ങനെ ആകെ മൊത്തം ബഹളമായിരിക്കും. ഒരു തവണ എൻ്റെ മീൻ കരിഞ്ഞും പോയിട്ടുണ്ട്, വെള്ളം തിളച്ചും പോയിട്ടുണ്ട്, ചോറാണെങ്കിൽ വെന്തും പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ കാക്ക ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണെങ്കിൽ പോകണമില്ല. അപ്പോൾ അങ്ങനെയാണ് അത്. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷനെ ഒന്നത് ബാധിക്കാണ്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ തയ്യൽ ജേർണിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അതൊരു 1.5 ജേർണി ആയിരുന്നു. PSC പഠിക്കാൻ പോയ ഞാനാണ് ഇപ്പോൾ തയ്യൽക്കാരിയായിട്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഒരു കഥയാണ്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു പഫ് സ്ലീവ് ചെയ്യുവാണ്. നമ്മുടെ മുകളിലായിട്ട് മാത്രം പഫ് സ്ലീവ് വരുന്ന ഒരു മോഡലാണ് ചെയ്യുന്നത്. അത് ഞാൻ ജോയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് തുണി അത്രയും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ജോയിൻറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്ലീവ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങൾ കാണുന്നവരാരെങ്കിലും വീട്ടിലിരുന്ന് തയ്ക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ വീട്ടിലിരുന്ന് തയ്ക്കുന്നവരുടെ, അതായത് ഞാൻ നേരിട്ട ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെനിക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. അതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിങ് ഫീൽഡിലേക്ക് വന്ന സമയത്ത് ഞാൻ നേരിട്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അഴിക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നെത്താനെ പഠിച്ച ഒരാളാണ്, എവിടെയും പോയി പഠിച്ചതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഴിച്ച് പഠിച്ചത്. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ അഴിക്കാറാണ് പതിവ്. സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അഴിക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനത്തെ എൻ്റെ പോലെയുള്ള സ്വഭാവം ഉണ്ടോ എന്നൊന്നും ഉണ്ടെങ്കിൽ പറയണേ. അതുകൊണ്ട് തന്നെ നൂല് അഴിക്കുന്ന ഒരു സാധനമില്ലേ, സീം റിപ്പർ എന്ന് പറയുന്നത്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂൾ. ഈ കത്രികയും ടേപ്പും ഒന്നുമല്ല, എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ആ സീം റിപ്പറാണ്. ഇതിൽ ഞാൻ ടോപ്പ്, അതായത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും റെഡിയാക്കിയിട്ട് ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ഇതുപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു കോളറൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഓർത്തത്. ഞാൻ മാറ്റിയിട്ട് ഇതുപോലെയാണ് ഞാൻ ചെയ്യാനായിട്ട് അവസാനം തീരുമാനിച്ചത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തീരാറാകുമ്പോഴത്തേക്ക് ഈ ബോബിൻ്റെ നൂല് തീർന്നു പോകുന്നത് ഏറ്റവും വലിയൊരു, എനിക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കുറച്ചേ ഉണ്ടാവുള്ളൂ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത് സ്റ്റിച്ച് ചെയ്ത് തീരുന്നതിന് മുമ്പത്തേക്ക് ബോബിന് അങ്ങ് തീർന്നു പോകും. അതാണ് എനിക്ക് ഏറ്റവും സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യം. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഒരു ഫാബ്രിക്കിൻ്റെ പുറകിലൊരു കഥയുണ്ട് കേട്ടോ. കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെനിക്ക് ഓഫറിന് കിട്ടിയ തുണിയാണ്. അതായത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അത് ആളും ബഹളമൊന്നുമില്ല, തിരക്കൊന്നും ഇല്ലാത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. കുറച്ച് അകത്തേക്കൊക്കെ ആയിട്ടായിരുന്നു. ഞാൻ തന്നെ കണ്ടത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, എൻ്റെ ഫ്രണ്ടിലൊരു ബോർഡ് ഉണ്ടായിരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ കട കാലിയാക്കാൻ പോകുന്നു, എല്ലാം ഹാഫ് റേറ്റിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓടിപ്പോയിട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ എല്ലാവരും റെഡിമെയ്ഡ് സാധനങ്ങളും ഡ്രസ്സും ടീഷർട്ടും അങ്ങനെയൊക്കെ നോക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ റണ്ണിങ് മെറ്റീരിയലിലേക്കാണ് പോയത്. അവിടെയാണെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ ആകെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആ ബോർഡ് കാണാൻ ലേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഞാനൊരു 3-4 മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ രണ്ടാമത്തെ ടോപ്പാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യത്തേത് ഞാൻ അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഒരു തുണിയാണ് എടുത്തത്. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗി, ബാക്കിൽ കെട്ടൊക്കെ കൊടുത്തിട്ട് പോട്ട്ലി ബട്ടണൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഫാബ്രിക്കാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിന് മീറ്ററിന് എന്തോ
35 രൂപയായിട്ടാണ് തന്നത് കേട്ടോ അവർ, ആ ഓഫർ പ്രമാണിച്ച് തന്നതാണ്. അപ്പോൾ അങ്ങനെ എടുത്തൊരു മെറ്റീരിയലാണ് ഇത് കോട്ടൺ ഒന്നും അല്ല, ഇത് കോട്ടൺ മിക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും എൻ്റെ പ്രിൻ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാത്രിയായേ, കാരണം രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 14 ആൾട്രേഷൻ വർക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനിടയിൽ ഇത് ലേറ്റായിപ്പോയി. അപ്പോൾ അത് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും എൻ്റെ ചെയ്ത് തീരാനായിട്ട് സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ രാത്രി ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യുവാണ്. ഇത് അത്യാവശ്യമായിട്ട് എന്തിനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ എവിടെയും പോകാനൊന്നുമില്ല ഇതിട്ടിട്ട്. എന്നാലും ഇത് ഇത്രയൊക്കെ ആയില്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അത് അവസാനിക്കാണ്ട് എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ഞാനിരുന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഒരാൾ ടി വി കാണാൻ ഇരുത്തിയിട്ടുണ്ട്, ഒരാൾക്ക് ടാബും കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തേക്കും കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇട്ട് കാണിച്ചു തരാം. ലാസ്റ്റ് ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് ഞാൻ കോളർ വെക്കണമായിരുന്നോ അതോ ഈ നെക്ക് ഡിസൈൻ തന്നെ മതിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ഉറക്കപ്പിച്ചിലാണെങ്കിൽ ഞാനത് ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഷേപ്പ് ആക്കാനുണ്ട്. അപ്പോൾ നാളെ ബാക്കിലൊരു ടക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോയും കൊച്ചു വിശേഷങ്ങളും ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.